أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين. السلام عليكم ورحمة الله تعالى وبركاته. വെൽക്കം ടു എജു തൻസീൽ തിയോളജിക്കൽ ഈ സ്കൂളിൽ. ഖുർആൻ വായിക്കാൻ അറിഞ്ഞാൽ മതിയോ? ഓതാൻ അറിയണ്ടേ? നമ്മൾ നമ്മുടെ പടച്ചവനോട് നിസ്കാരത്തിൽ നടത്തുന്ന സംസാരം പടച്ചവന് ഇഷ്ടപ്പെടണമെങ്കിൽ ഖുർആൻ കൃത്യമായി ഓതാൻ അറിയണ്ടേ? ഖുർആൻ അതിൻ്റെ മഖ്റജും നിയമങ്ങളുമൊക്കെ കൃത്യമായി അറിഞ്ഞ് ഓതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമാണ്. മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാനാവാത്ത അനവധി പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനിനുണ്ട്. അതിലൊന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണശാസ്ത്രം അഥവാ തജ്വീദ്. ഒരു ഗ്രന്ഥം എങ്ങനെ പാരായണം ചെയ്യണം, എങ്ങനെ നീട്ടണം, മണിക്കണം, കൃത്യമായി ഉള്ളത് ഒരു പക്ഷേ ഖുർആനിൻ്റേത് മാത്രമാണ്. ആ നിയമം അനുസരിച്ചല്ലാതെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ തെറ്റാണ്. ഇവിടെയാണ് തജ്വീദ് പ്രസക്തമാകുന്നത്. തജ്വീദ് എന്നാൽ ഭാഷാർത്ഥത്തിൽ നന്നാക്കുക എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്ന സ്ഥാനമോ ഉച്ചരിക്കുന്ന സ്വഭാവമോ തെറ്റിക്കാതെ പദങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന പ്രത്യേക നിയമങ്ങൾ പാലിക്കലോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് തജ്വീദിൻ്റെ സാങ്കേതികാർത്ഥം. തജ്വീദ് പഠിക്കൽ ഫർള് കിഫായയും അത് അനുസരിച്ച് ഓതൽ ഫർള് ഐനുമാണ്. മതത്തിലെ പ്രാമാണിക തെളിവുകൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട നിയമങ്ങളാണിത്. ഇൻഷാ അല്ലാഹ് എജു തൻസീലിൻ്റെ വരും തജ്വീദ് സീരീസുകളിൽ നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.